ഒരു നിമിഷം നിങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണോ? ആ തിയേറ്ററിലെ കസേരയിലിരുന്ന് ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പുതിയ സിനിമ വരുന്നു, ആഘോഷങ്ങൾ തുടങ്ങാറായി, പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പണം നീട്ടുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ ഒരാൾ നീതിക്ക് വേണ്ടി വർഷങ്ങളായി തെരുവിലും കോടതിയിലും പോരാടുകയാണ്, സ്വന്തം അഭിമാനം തിരിച്ചുപിടിക്കാൻ. ഇര എന്ന പേരിൽ നിന്ന് അതിജീവിത എന്ന പേര് വരെ എത്താൻ അവൾ അനുഭവിച്ച വേദന, അത് നമ്മൾ മറന്നു. ഒരു ഭാഗത്ത് ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് നീതി കിട്ടാതെ നീറുന്ന ഒരു മനസ്സുണ്ട്. ആ നടന്റെ സിനിമ വിജയിപ്പിക്കുക എന്നത് ആ കുറ്റകൃത്യത്തെ നമ്മൾ നിസ്സാരമായി കാണുന്നതിന് തുല്യമല്ലേ? അയാൾക്ക് നൽകുന്ന ഓരോ കയ്യടിയും അതിജീവിതയുടെ മുഖത്തേറ്റുന്ന ഓരോ അടിക്ക് തുല്യമല്ലേ? കോടതി വിധി എന്തുമാകട്ടെ, പക്ഷേ ജനകീയ കോടതിയുണ്ട്, അത് നമ്മുടെ മനസാക്ഷിയാണ്. കലയും കലാകാരനും രണ്ടാണെന്ന് പറയാൻ വരട്ടെ. സ്വന്തം സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളെ വീണ്ടും താരമായി വാഴിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ തന്നെ അപമാനമാണ്. നമ്മൾ കൊടുക്കുന്ന പണമാണ് അവരുടെ അധികാരം. ആ അധികാരം ഇനിയും വേട്ടയാടലുകൾക്ക് ഉപയോഗിക്കാൻ നമ്മൾ സമ്മതിക്കണോ? എന്റെ നിലപാട് വ്യക്തമാണ്. ഞാൻ ആ സിനിമ കാണില്ല. എന്റെ പണം കൊണ്ട് ആ അഹങ്കാരത്തെ ഞാൻ വളർത്തില്ല. അവൾക്കൊപ്പം നിൽക്കുക എന്നത് വെറും ഒരു ഹാഷ്ടാഗ് മാത്രമല്ല, അതൊരു തീരുമാനമാണ്. ആ തിയേറ്ററുകൾ ഒഴിഞ്ഞുകിടക്കട്ടെ. അതാണ് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതാണ് നമ്മൾ അവൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പിന്തുണ. അവളെ നമുക്ക് ചേർത്ത് പിടിക്കാം, നമ്മുടെ മകളെ പോലെ. നിങ്ങൾ ആർക്കൊപ്പമാണ്? വേട്ടക്കാരന്റെയും അയാളെ പുനഃപ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നവർക്കും ഒപ്പമാണോ, അതോ അതിജീവിതയ്ക്കൊപ്പമോ? ഒരു സിനിമയും മനുഷ്യത്വത്തെക്കാൾ വലുതല്ല. നീതി ലഭിക്കും വരെ ആ തിയേറ്റർ സീറ്റുകൾ ഒഴിച്ചിടാം. നമ്മുടെ പ്രതിഷേധം ബോക്സ് ഓഫീസ് പരാജയത്തിലൂടെ അവർ അറിയട്ടെ. ബോയ്ക്കോട്ട് ദിലീപ്. എന്നും എപ്പോഴും അവൾക്കൊപ്പം.